ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബാങ്കോക്ക് സീരീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ബാങ്കോക്കിൽ പോയപ്പോൾ ഞങ്ങളവിടെ എക്സ്പ്ലോർ ചെയ്ത ലോക്കൽ സ്ട്രീറ്റ് ഫുഡിൻ്റെയൊക്കെ വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ടെന്ന്. അപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വലിച്ചു നീട്ടില്ലാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മളവിടെ പോയിട്ട് കുറേ ഫുഡ് ഐറ്റംസൊക്കെ എക്സ്പ്ലോർ ചെയ്തായിരുന്നു കേട്ടോ. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയുന്നുണ്ട്. അപ്പം ഇത് അവിടെ ചെന്നപ്പോൾ നമ്മൾ ഈ പുഴു, പാറ്റ, പല്ലി, വിട്ടിൽ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കരിന്തളിനെയൊക്കെ ഇങ്ങനെ വറുത്തിട്ട് കമ്പയിൽ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ല, കാരണം എനിക്ക് പറ്റത്തില്ല ഇതൊന്നും കഴിക്കാനായിട്ട്. അല്ലെന്ന് അത്രയും പോലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടില്ല. ഈ പുഴുവിനെ കാണുമ്പോൾ എനിക്ക് പണ്ട് മറ്റേ ചാണകക്കുഴിയിലുണ്ടായിരുന്ന ഒരു തൊണ്ടൻ പുഴു ഉണ്ടല്ലോ, അതിനെ ഓർമ്മ വരുന്നത് അതാണെന്ന് തോന്നുന്നു. അതുപോലെ ഇങ്ങനെ നല്ല വണ്ണമൊക്കെ ആയിട്ട്. തായ്ലൻഡിലെ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് സീ ഫുഡാണ്. നമ്മൾ ഏത് സ്റ്റോളിൽ പോയി നോക്കിയാലും സീ ഫുഡിൻ്റെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കാണും. ഏറ്റവും കോമൺ ആയിട്ട് ഞാൻ കണ്ടത് ടൈഗർ പ്രോൺസ് ആണ്. നമ്മൾ ഏത് സ്റ്റോളിൽ പോയാലും അവിടെ ടൈഗർ പ്രോൺസിൻ്റെ എന്തെങ്കിലുമൊക്കെ ഡിഷസ് ഉണ്ടായിരിക്കും. ഇവനാണ് ടൈഗർ പ്രോൺസ്. ഈ ഒരു ഓറഞ്ച് കളറിൽ വൈറ്റ് സ്ട്രിപ്സ് ഒക്കെ പോലെ വരുന്ന ഒരു നല്ല ബിഗ് പ്രോൺസ് ആണ്. നല്ല ടേസ്റ്റും ഉണ്ട് അതിന്. അതിൻ്റെ പല ഐറ്റംസ് അവൈലബിൾ ആണ്. ബ്രോസ്റ്റഡും അല്ലാതെ നോർമലി വേവിച്ചതും. പിന്നെ അവരൊരു ഡിപ്പൊക്കെ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ ആ ഡിപ്പ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ബാങ്കോക്കിൽ ചെന്ന ദിവസങ്ങളിലൊക്കെ ഇടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നമ്മളൊരു കുടയൊക്കെ ആയിട്ടാണ് പോയത് ഫുഡ് സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഈ വീഡിയോ ആക്ച്വലി 2 ദിവസത്തെ വീഡിയോ ഞാൻ കമ്പൈൻ ചെയ്തിട്ടേക്കുന്നതാണ് കേട്ടോ. കാരണം ഒരു ദിവസം നമുക്ക് ഒരുപാട് ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യമായിട്ടാണ് പോയിട്ട് പല പല ഫുഡുകൾ അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോസ് കമ്പൈൻ ചെയ്തിട്ടാണ് ഇട്ടേക്കുന്നത്. ബാങ്കോക്കിലെ പ്ലാറ്റിനം മാളിനോട് ചേർന്നിരിക്കുന്നതിൻ്റെ തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന ഫുഡ് സ്ട്രീറ്റിലാണ് നമ്മൾ പോയത്. അവിടെ ഏകദേശം 100ഓളം ഫുഡ് സ്റ്റോളുകളുണ്ട്. അതിന് പുറമെ തുണികൾ, ആക്സസറീസ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് അങ്ങനെ പല സാധനങ്ങൾ വിൽക്കുന്ന സ്റ്റോളുകളും അവിടെ ഒരുപാടുണ്ട്. തായ്ലൻഡിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സ് അവൈലബിൾ ആണ്. എസ്പെഷ്യലി മാംഗോയും കരിക്കുമാണ് അവിടുത്തെ മെയിൻ സാധനം. കരിക്കിൻ്റെ ജ്യൂസ്, ഷേക്ക് അങ്ങനെ പലതുണ്ട്. അവക്കാഡോ, കരിമ്പ്, പിന്നെ ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് പീസസ് ആയിട്ട് മേടിക്കാൻ കിട്ടും. റംബൂട്ടാൻ, മംഗോസ്റ്റിൻ, പ്ലംസ് അങ്ങനെ ഒരുപാട് ഫ്രഷ് ഫ്രൂട്ട്സ് നമുക്ക് അവിടെ കിട്ടും. അതുകൂടാതെ നമുക്ക് ഗ്രിൽഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ട്രൈ ചെയ്യാൻ പറ്റും. സ്ക്വിഡ് ഗ്രിൽ ചെയ്തത്, ചിക്കൻ, ബീഫ്, പോർക്ക്, പ്രോൺസ് ഗ്രിൽ ചെയ്തത്, കല്ലുമ്മക്കായ, അങ്ങനെ ഒരുപാട് ഗ്രിൽ ഐറ്റംസ് അവിടെ അവൈലബിൾ ആണ്. നമ്മൾ ആദ്യം അവിടെ നിന്ന് ട്രൈ ചെയ്തത് ഫ്രൈഡ് റൈസ് വിത്ത് ബ്രോസ്റ്റഡ് ടൈഗർ പ്രോൺസ് ആണ്. അടിപൊളി ടേസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ടേസ്റ്റ് എന്താണെന്ന് പറയാനാണെങ്കിൽ നമ്മൾ മാഗി നൂഡിൽസ് ഇല്ലേ, അതിൻ്റെ ആ ഒരു മസാലയുടെ ടേസ്റ്റാണ് റൈസിന് ഫുള്ള്. അതൊരു ഓംലെറ്റ് ഒക്കെ അടിച്ച് അതിനുള്ളിൽ റൈസൊക്കെ വെച്ച് 2 ടൈഗർ പ്രോൺസ് ഒക്കെ വെച്ച് നല്ല സൂപ്പർ സാധനമായിരുന്നു. അടിപൊളിയായിരുന്നു. വെർത്തായിരുന്നു. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് വെർത്തായിരുന്നു. 200 ബാത്തായിരുന്നു ഈ ഫ്രൈഡ് റൈസിന്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. 2 പേർക്ക് അത്യാവശ്യം സഫീഷ്യൻ്റായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ആ ഫ്രൈഡ് റൈസിന്. അവരൊരു ഓംലെറ്റ് ഒക്കെ അടിച്ച് അതിന് മണ്ടയിൽ റൈസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ഫ്രൈഡ് റൈസ് നമുക്ക് അവർ സെർവ് ചെയ്യുന്നത്. സ്ട്രീറ്റ് ഫുഡ് ആണെങ്കിൽ പോലും അതിൻ്റെ ആ ഒരു പ്രസൻറ്റേഷൻ അടിപൊളിയാണ്. നമുക്ക് ആ ഒരു സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലാണ് അവർ ആ ഡിഷ് നമുക്ക് സെർവ് ചെയ്യുന്നത്. തായ്ലൻഡിലെ ഭൂരിഭാഗം ആൾക്കാർക്കും ബേസിക് ഇംഗ്ലീഷ് പോലും അറിയില്ല. നമുക്ക് അവരുടെ തായ് ഭാഷ അറിയില്ല. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പം അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും. നമ്മൾ ഒന്നെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യണം. പിന്നെ ഇംഗ്ലീഷ് അറിയാവുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ അവർക്ക് ചെറിയ ചെറിയ വാക്കുകളൊക്കെ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഈ ഫുഡ് ഓർഡർ ചെയ്തത് ഇവരുടെ മെനു കാർഡിലെ ഫോട്ടോ കാണിച്ചിട്ടാണ്. എങ്ങനെയാണെങ്കിലും നമുക്ക് കാര്യം നടന്നാൽ മതിയല്ലോ. ഫുഡ് കിട്ടണം, കഴിക്കണം, പോകണം, അത്രേ ഉള്ളൂ. നമ്മൾ അവിടുന്ന് എന്ത് ഫുഡ് മേടിച്ചാലും അതിൻ്റെ കൂടുതൽ അവരുടെ ഒരു ഡിപ്പ് കിട്ടും. അടിപൊളി ടേസ്റ്റാണ്. പുളിയും ഉപ്പും മധുരവും എരിവും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മളിപ്പോൾ ബ്രോസ്റ്റഡ് പ്രോൺസ് ഒക്കെ റോ ആയിട്ട് കഴിച്ചാൽ അതിൻ്റെ ആ ഒരു വലിയ വികാരമൊന്നുമില്ല, പക്ഷേ ആ ഡിപ്പിൽ മുക്കി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. 200 ബാത്തേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. 20 ദിറംസ്. 2 വലിയ ബ്രോസ്റ്റഡ് പ്രോൺസ്, പിന്നെ മുട്ട ഓംലെറ്റ് അടിച്ചിട്ട് അതിൻ്റെ അകത്ത് റൈസൊക്കെ വെച്ചിട്ട് കുറേ വെജിറ്റബിൾസ് ഒക്കെ ആയിട്ട് നല്ല ക്രിസ്പി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ട്രൈ ചെയ്തത് ബ്രോസ്റ്റഡ് ചിക്കനാണ്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചിക്കനായിരുന്നു. ആ ഡിപ്പും കൂടി കൂട്ടി കഴിക്കുമ്പോഴേക്കും അസാധ്യ ടേസ്റ്റായിരുന്നു. നല്ല കരുമൊരാന്നുണ്ടായിരുന്നു. ആ കോട്ടിങ്ങും ആ ചിക്കനും ആ ഡിപ്പും എല്ലാം കൂടി വരുമ്പോഴേക്കും നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു.
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ടെൻഡർ കോക്കനട്ട് സ്മൂത്തി ട്രൈ ചെയ്തു. പിന്നെ നമ്മുടെ സാധാ കരിക്ക് കുടിച്ചു. കുറേ കരിക്കിൻ്റെ ഷോപ്പുകളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോകുമ്പം വെള്ളം കുടിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ അവിടെ കരിക്കാണ് കുടിക്കുന്നത്. അടുത്ത നമ്മൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തത് ഒരു സീ ഫുഡ് നൂഡിൽസാണ്. അത് പാഴ്സലായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവർ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം കുക്ക് ചെയ്യുന്നത്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം അവർ ഓൾറെഡി ഹാഫ് കുക്കാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അവർ പടപെടാമെന്നെല്ലാം എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് തരും. സീ ഫുഡ് നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിൻ്റെ അകത്ത് സ്പ്രൗട്ട്സ് ഒക്കെ ഇടുന്നുണ്ട്. ഇതൊക്കെ എന്തിനാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് സ്പ്രൗട്ട്സ്. പിന്നെ അവർ അതിലൊരു സ്പൈസി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ചായിരുന്നു സ്പൈസി വേണമെന്ന്. അപ്പോൾ നമ്മൾ സ്പൈസി വേണമെന്ന് പറഞ്ഞത് കൊണ്ട് അവർ സ്പൈസി സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവരിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു പാഴ്സൽ ബൗളിൻ്റെ അകത്താക്കി സെറ്റ് ചെയ്ത് തരാണ് ചെയ്യുന്നത്. ഈ നൂഡിൽസ് കഴിച്ചിട്ട് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എല്ലാ ടേസ്റ്റും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ലല്ലോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു. കാണുമ്പോഴേ നമുക്ക് കഴിക്കാനൊക്കെ തോന്നും. പക്ഷേ ആ ഒരു ലുക്കിനുള്ള ഒരു ടേസ്റ്റ് അതിനില്ലായിരുന്നു. ഒരു ആവറേജ് ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. 200 ബാത്തായിരുന്നു ഈ നൂഡിൽസിന്. പിന്നെ നമ്മൾ പൈസയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മാംഗോ സ്റ്റിക്കി റൈസ് കിട്ടുന്ന സ്റ്റോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കൂടി മേടിച്ചിട്ടാണ് പോയത്. ബാങ്കോക്കിൽ വന്നിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയല്ലേ. ഇതെന്തോ ഒരു വേഫർ പോലത്തെ ഒരു റോൾ. എന്നിട്ട് നമ്മൾ പറയുന്ന ഫില്ലിങ് അവർ അതിൻ്റെ അകത്ത് നിറച്ച് തരും. അങ്ങനത്തെ ഒരു ഐറ്റം ആയിരുന്നു. പിന്നെ കുറേ ഡ്രൈ ഫ്രൂട്ട്സ്, ഫ്രഷ് ഫ്രൂട്ട്സ് ആണ് അവിടുത്തെ മെയിൻ ഐറ്റം. ഫ്രഷ് ഫ്രൂട്ട്സും ഫ്രഷ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസും. വെള്ളവും പഞ്ചസാരയൊന്നും ആഡ് ചെയ്യാത്ത നല്ല പ്യുവർ ജ്യൂസുകളാണ് ഇതൊക്കെ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ 1-2 ജ്യൂസൊക്കെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. പോംഗ്രാനൈറ്റിൻ്റെ ജ്യൂസിനൊക്കെ നല്ലൊരു ഒത്തൻറ്റിക് സ്വീറ്റ്നെസ് ഉണ്ട്. പിന്നെ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോളുകളിലും സെയിം ഫുഡ് ഐറ്റംസ് ആണുള്ളത്. മെജോറിറ്റി സ്റ്റോളുകളിലും സീ ഫുഡ് ഐറ്റംസ് ആണുള്ളത്. പിന്നെ കുറച്ച് സ്റ്റോളുകളിൽ ഗ്രിൽഡ് ഐറ്റംസ് മാത്രമായിട്ടുള്ളതും ഉണ്ട്. പ്ലാറ്റിനം മാളിനുള്ളിൽ മാത്രമല്ല പുറത്തും ഇതുപോലെ തുണികളും ബാഗുകളും ആക്സസറീസും അങ്ങനത്തെ ഐറ്റംസൊക്കെ വെക്കുന്ന കടകൾ ഒരുപാടുണ്ട്. കമ്പാരിറ്റീവ്ലി മാളിനെക്കാട്ടിലും 10-20 ബാത്തൊക്കെ പ്രൈസ് കുറവാണ് ഈ പുറത്തുള്ള സ്റ്റോളിൽ. അപ്പോൾ നമ്മൾ പുറത്ത് വില കൂടുതലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നേരെ പ്ലാറ്റിനം മാളിനുള്ളിൽ പോയാണ് ഷോപ്പ് ചെയ്തത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞ് ഈ ഏരിയയിലൂടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കുറച്ചും കൂടി റേറ്റ് കുറവുണ്ടായിരുന്നു എന്ന്. കളക്ഷൻസ് ഒരുപാടില്ല, കളക്ഷൻസ് കുറവാണ്. ബട്ട് ഉള്ള കളക്ഷൻസൊക്കെ നല്ലതുമാണ്, എന്നാൽ റേറ്റും കുറവുണ്ടായിരുന്നു. ബാങ്കോക്കിൽ വന്നിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാതെ എങ്ങനെയല്ലേ. ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ആരും മിസ്സാക്കാതെ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് മാംഗോ സ്റ്റിക്കി റൈസ്. തായ്ലൻഡ് സീരീസിൻ്റെ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഒരു വീഡിയോ പോലും മിസ്സാക്കാതെ എല്ലാവരും കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.